പാലക്കാട് വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. കാരണം ഏറെ നാളുകൾക്കിപ്പുറം മണ്ഡലത്തിലെത്തിയത് ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വേദികളിലും മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പലർക്കും വലിയ പ്രതീക്ഷ നിറച്ച നിമിഷമായി. 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ആ അഭാവം പോലും അദ്ദേഹത്തെ ജനങ്ങളോടുള്ള സ്നേഹത്തെയോ വിശ്വാസ്യതയോ കുറയ്ക്കാനായിട്ടില്ല. മറിച്ച് നാട്ടുകാരുടെ ഹൃദയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം അതേ ശക്തിയോടെ തന്നെയാണ് നിലനിൽക്കുന്നത്. രാവിലെ 2 മണിയോടെയാണ് അടൂരിലെ സ്വന്തം വീട്ടിൽ നിന്നും പാലക്കാട്ടേക്കുള്ള യാത്ര രാഹുൽ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വരവറിഞ്ഞിരുന്ന പ്രവർത്തകർ പുലർച്ചെ തന്നെ MLA ഓഫീസിന് സമീപം തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ടായിരുന്നു. യുവത്വത്തിന്റെ ആവേശവും കരുത്തും നിറഞ്ഞ നേതാവിനൊപ്പം നിന്നുകൊണ്ട് അവരെ കണ്ടപ്പോൾ ഇത് സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വരവല്ല, ഒരു കുടുംബാംഗത്തിന്റെ തിരിച്ചുവരവാണെന്ന് മനസ്സിലാവുകയായിരുന്നു. രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ നേരിൽ കാണുമെന്ന് രാഹുൽ അറിയിച്ചതോടെ വാർത്താലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിന്നീട് പാലക്കാട്ടേക്കാണ് പോയത്. രാഹുലിന്റെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും മണ്ഡലത്തിൽ നിറഞ്ഞൊഴുകുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ ശക്തമായിരുന്നുവെങ്കിലും എന്നാൽ അതിനേക്കാൾ ശക്തമായിരുന്നു പിന്തുണയ്ക്കാനുള്ള ജനങ്ങളുടെ മനോഭാവം. രാഷ്ട്രീയ പ്രതിസന്ധികൾ താൽക്കാലികമാണെങ്കിലും നേതാവിനുള്ള ജനവിശ്വാസം സ്ഥിരമാണെന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് രാഹുലിന്റെ ഈ രാജകീയ വരവ്. MLA ഓഫീസിനോട് ചേർന്ന് സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിരുന്നുവെങ്കിലും അതൊരു രാഷ്ട്രീയ നേതാവിനുള്ള സുരക്ഷ മാത്രമായിരുന്നു. ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായൊരു സ്ഥലമുണ്ടെന്നത് അദ്ദേഹത്തോട് കാണിച്ച സ്നേഹത്തിലൂടെ വ്യക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ സ്വന്തം മകൻ തന്നെയാണ്. തന്റെ യുവത്വം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി വിനിയോഗിച്ച അദ്ദേഹം പാർട്ടിയുടെ വിവിധ പടവുകളിലൂടെ ഉയർന്നു വന്നതാണ് ഇന്ന് MLA ആയി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ചെറുത്തു മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ജനങ്ങളുമായുള്ള ഉറച്ച ആത്മബന്ധം തന്നെയാണ്. സാമൂഹ്യ സേവനത്തിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും അദ്ദേഹം നേടിയെടുത്ത സ്ഥാനം ആരും ചെറുതായി കാണാനിടയില്ല. പാലക്കാടിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് രാഹുൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളിലെ റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിൽ നിന്നും വിദ്യാലയങ്ങളിലെ നിലവാരം ഉയർത്തുന്നതിലും ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും അദ്ദേഹം സ്ഥിരമായ ഇടപെടലുകൾ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നാട്ടുകാർ തന്നെ പറയുന്നത് MLA എന്ന നിലയിൽ മാത്രമല്ല, ഒരിടത്തരം സഹോദരൻ എന്ന നിലയിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്നത് തന്നെയാണ്. രാഹുലിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വലിയ ശക്തിയാണ്. സൗമ്യമായ സംസാര ശൈലി, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുള്ള ഒരു മനോഭാവം, രാഷ്ട്രീയത്തിൽ പോലും വൈരുദ്ധ്യങ്ങൾ മാറി സഹകരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന രീതികൾ, ഇതെല്ലാം അദ്ദേഹത്തെ വേറിട്ട് നിർത്തുകയാണ്. യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ മാതൃകാപരമായ ഇടപെടലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ആരോപണം വന്നപ്പോൾ ചിലർ അത് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരെണ്ണം മാത്രമായി കണ്ടു. കാരണം ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച നേതാവിനെ കുറിച്ച് നാട്ടുകാർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ജനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ആരോപണങ്ങൾ വന്നാലും രാഷ്ട്രീയ വേദികളിൽ വിവാദങ്ങൾ ഉയർന്നാലും സ്വന്തം നേതാവിന്റെ ആത്മാർത്ഥതയെ അവർ ചോദ്യം ചെയ്യാറില്ല. 38 ദിവസങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ ആളുകൾ കാണിച്ച ഉത്സാഹം, അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞ ആഹ്ലാദം, ഇവയെല്ലാം തന്നെ അത് തെളിയിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചൈതന്യമാണ്. തലമുറകൾക്കിടയിൽ ആശയവിനിമയം ഉറപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നേറുന്നത്. മുതിർന്നവരുടെ അനുഭവങ്ങളും യുവജനങ്ങളുടെ സ്വപ്നങ്ങളും ഒരുമിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വികസനത്തിനും ജനക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഒരിക്കലും സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാത്രം പോരാടുന്നില്ലെന്ന് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹം മുന്നോട്ട് വന്നത് തന്റെ നിലപാട് വ്യക്തമായി പറയാനായിരുന്നു. ഒരു നേതാവ് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാൻ തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വ ബോധത്തിന്റെയും ഏറ്റവും വലിയൊരു തെളിവാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാവുന്നത്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയുടെ ഒരു വലിയ ഭാഗം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നേതാക്കൾ രാഷ്ട്രീയത്തിനുള്ളിൽ മാത്രമല്ല, സമൂഹത്തിനുള്ളിലും തന്നെ വരണം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ പോലും ജനങ്ങൾ ഭയപ്പെടുത്തുന്നതല്ല. കാരണം ജനങ്ങളോടൊപ്പം നടക്കുന്നത് അവരുടെ സ്വന്തം നേതാവാണ്. 38 ദിവസത്തെ അഭാവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുതരം പരീക്ഷണം തന്നെ ആയിരിക്കാം. എന്നാൽ ആ പരീക്ഷണത്തെ ജയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും അദ്ദേഹത്തോടൊപ്പം തന്നെ തുടരുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. പാലക്കാടിന്റെ ഓരോ വഴികളും ഓരോ മുഖവും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുവെന്നത് ഇന്നത്തെ വരവിലൂടെ വ്യക്തമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാഷ്ട്രീയ വേദികളിൽ മാത്രമല്ല, ജനമനസ്സുകളിലും പ്രതീക്ഷയുടെ പ്രതീകമായി തുടരുകയാണ്. പ്രതിസന്ധികൾക്കിടയിലും തന്റെ നേതാവിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിന് വീണ്ടും കരുത്ത് നൽകി. സ്വന്തം മണ്ഡലത്തിന്റെ അഭിമാനപ്പെടുത്തുന്ന നേതാവിനെ ജനങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വെറും രാഷ്ട്രീയ വാർത്തയല്ല, അത് പാലക്കാടിന്റെ ആത്മാവിനെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവമാണ്.